തോൽവിയിലേക്ക് കൂപ്പുകുത്തുന്ന കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിന് പേ ഇളകിയിരിക്കുന്നു. ഒരു ദാക്ഷിണ്യവുമില്ലാതെ തല്ലിച്ചതക്കപ്പെട്ട ആലപ്പുഴയിലെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഗുരുതര നിലയിൽ ആശുപത്രിയിലാണ്. സമരം ചെയ്തു വളർന്നവരാണെന്ന് മുദ്രാവാക്യത്തിൽ പറയുന്ന സഖാക്കൾ പിണറായിയുടെ ഭരണത്തിൽ സമരക്കാരെ തല്ലിക്കൊല്ലുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തലിൻ്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ആലപ്പുഴയിൽ നടത്തിയ മാർച്ചിൽ നേതാക്കളെ തല്ലിച്ചതച്ച് മൃതപ്രാണനാക്കി വിട്ടിരിക്കുകയാണ് പിണറായിയുടെ പോലീസ്. യൂത്ത് കോൺഗ്രസ് ജില്ലാധ്യക്ഷൻ AP പ്രവീണിനെ പോലീസ് സംഘം ചേർന്ന് വളഞ്ഞിട്ട് തല്ലി. ബാരിക്കേഡ് മറികടന്ന് ഒറ്റയ്ക്ക് മുന്നോട്ട് പോയ പ്രവീണിനെ പോലീസ് സംഘം വളഞ്ഞിട്ട് മർദ്ദിക്കുന്നത് എല്ലാ ദൃശ്യമാധ്യമങ്ങളിലും കാണാം. നിലത്ത് വീണ പ്രവീണിനെ അവിടെ ഇട്ടും പോലീസ് ലാത്തി കൊണ്ട് മൃഗീയമായി അടിച്ചു. തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ പ്രവീണിനെ ആശുപത്രിയിലേക്ക് മാറ്റി. കലക്ട്രേറ്റിലേക്ക് നടത്തിയ മാർച്ചാണ് ആലപ്പുഴയിൽ സംഘർഷത്തിൽ കലാശിച്ചത്. പോലീസ് ലാത്തി വീശിയും ജലപീരങ്കിയും ഒക്കെ പ്രയോഗിച്ച് അരിശം തീരാതെയാണ് കുറച്ചുപേർ മാത്രമുണ്ടായ യൂത്ത് കോൺഗ്രസ് സംഘത്തെ ആക്രമിച്ചത്. അതും പുന്നപ്രയുടെയും വയലാറിൻ്റെയും പാരമ്പര്യം അവകാശപ്പെടുന്ന ആലപ്പുഴയുടെ മണ്ണിലെന്നത് ഏറെ ശ്രദ്ധേയമാണ്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരിതാ ബാബു അടക്കമുള്ള വനിതാ പ്രവർത്തകരെയും പോലീസ് അതിക്രൂരമായി മർദ്ദിച്ചു. ഒരു കൂസലുമില്ലാതെ ആരെയും പേടിക്കാൻ ഇല്ല എന്ന ഭാവത്തോടെ പുരുഷ പോലീസുകാരാണ് വനിതകളെ വളഞ്ഞിട്ട് തല്ലിയത്. ഇതിൽ പ്രതിഷേധിച്ച പ്രവർത്തകർ ജനറൽ ആശുപത്രി ജംഗ്ഷൻ ഉപരോധിച്ചു. ഗുരുതരമായി പരിക്കേറ്റ് സംസ്ഥാന നേതാക്കൾ അടക്കമുള്ളവരെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അവിടെ നിയോഗിക്കപ്പെട്ട ഇത്രയധികം പോലീസുകാരാണ് ഒന്നോ രണ്ടോ വരുന്ന നേതാക്കളെ തല്ലിച്ചതച്ചത്. ഇത് പേയിളകിയ ആഭ്യന്തര വകുപ്പിൻ്റെ ഒരു ദൃശ്യാവിഷ്കാരമാണ് നമ്മൾ കണ്ടത്. അതിൻ്റെ വീഡിയോ കാണിക്കുന്നതിൽ ചില നിബന്ധനകൾ ഉള്ളതുകൊണ്ട് സംഭവത്തിൻ്റെ ചില ചിത്രങ്ങൾ നമുക്ക് കണ്ടു നോക്കാം.